വിശദമായി ഇമാം തബറാനി ഉദ്ധരിക്കുന്നുണ്ട്, അഹ്മദ് നിവേദനം ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ വെള്ളം ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു വെള്ളം കൊണ്ടുവരുന്നു കൊടുക്കാൻ. ഇതിന്റെ പാർശ്വമായ ഭാഗങ്ങൾ ഇമാം ബുഖാരിയുടെ നിവേദനത്തിലുണ്ട്. വ്യത്യസ്തങ്ങളായ വിശദീകരണങ്ങൾ അഇമ്മത്തി ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒതുവെടുത്ത വെള്ളം കൊണ്ട് അതാ സ്വഹാബികൾ അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒതുവെടുക്കുന്ന വെള്ളം നിലത്തേക്കല്ല വീഴുന്നത്, സ്വഹാബികളുടെ കയ്യിലേക്കാണ്. ആ വെള്ളം അവർ വാങ്ങിയിട്ട് അവര് പുരട്ടാൻ തുടങ്ങി, കുടിക്കാൻ തുടങ്ങി. അവസാനം വന്ന ആളുകൾക്ക് വെള്ളം കിട്ടാതായപ്പോൾ കിട്ടിയ സ്വഹാബിയുടെ കയ്യിലെ നനവ് കൊണ്ട് ബറക്കത്തെടുത്തു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അബറജൂദോ കറം കിസ് പേ ബർസാ नहीं, तेरा लुत्फो करम किसने देखा नहीं, किस जगह वो कहा तेरा चर्चा नहीं, एक मेरा ही रहमत पे दअवा नहीं, शाह की सारी उम्मत पे लाखों सलाम. अब रजक जूदो करम किस पे बरसा नहीं. അതുല്യമായ ഔദാര്യത്തിന്റെയും മാന്യതയുടെയും പ്രപഞ്ചോദാഹരണമായ പുണ്യനബിയേ, തേരെ ലുത്ഫോ കറം കിസ്നെ ദേഖാ നഹീ. അവിടുത്തെയുടെ ഔദാര്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഉദാഹരണങ്ങൾ അതുല്യമാണ്. മറ്റൊരാളുടെയും ജീവിതത്തിൽ അതിന് സമാനമായി ഉദ്ധരിക്കാനില്ല. കിസ് ജഗാ ഓർ കഹാ തേരെ ചർച്ചാ നഹീ. എവിടെയാണ് അവിടുത്തെ പരാമർശിക്കാത്തൊരിടം, എവിടെയാണ് തങ്ങളെ പ്രകീർത്തിക്കാത്ത ഒരു ദേശം, എവിടെയാണ് ഹബീബിനെ പരാമർശിക്കാത്ത പ്രദേശം, എവിടെയാണ് മുത്തുനബിയുടെ മഹിത മൂല്യങ്ങളുടെ വരിഷ്ഠമാല്യങ്ങൾ ചൊല്ലാത്ത ദേശം, എവിടെയാണ് പുണ്യനബിയുടെ പവിത്രമായ ജീവിത രേഖകളെ ലോകോത്തരമായ മാതൃകകളായി ജാജ്വല്യ രേഖകളായി അടയാളപ്പെടുത്താത്ത പ്രദേശം. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ലോകമാകമാനം തമസ്സിന്റെ അടിയിൽ കിടന്ന മൂടുപടമണിഞ്ഞപ്പോ വെള്ളി രേഖകളെ കൊണ്ട് വഴികാട്ടിക്കൊണ്ടുവന്ന് ലോകത്തെ ആകമാനം സ്വർഗസ്ഥരാക്കാൻ വഴികാട്ടിയ യാ റസൂലല്ലാഹ്, ഈ വരുന്ന റബീഉൽ അവ്വൽ ഞങ്ങൾക്ക് കേവലമായൊരു സമ്മേളനത്തിന്റെ മാസമല്ല, ഞങ്ങളുടെ ഹൃദയഘോഷത്തിന്റെ വസന്തമാണ്. ഈ വരാനിരിക്കുന്ന റബീഉൽ അവ്വൽ കേവലമായ ചില ക്യാമ്പയിനുകളുടെ മാസമല്ല, അനുരാഗത്തിന്റെ ഹൃദയാടിത്തട്ടിൽ നിന്ന് നുരയുന്ന പതയുന്ന പ്രേമത്തിന്റെ ജ്വാലകളെ പ്രപഞ്ചമാകമാനം കാണിക്കാനുള്ള മാസമാണ്. ആകാശം ചിരിക്കട്ടെ പുണ്യനബിയുടെ പ്രകീർത്തനങ്ങളിൽ, അന്തരീക്ഷമാർത്തനാദം മുഴക്കി ആർത്തുല്ലസിക്കട്ടെ പുണ്യനബിയുടെ പ്രകീർത്തനം. ഈ ഭൂമിയുടെ മേൽപ്പടത്തിൽ കിടന്ന മാനവികതയുടെ മനതലത്തിൽ നിന്ന് പതഞ്ഞുയരുന്ന പ്രകീർത്തന മാല്യങ്ങളിൽ ഈ ഭൂമി സന്തോഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ലോകത്തേതെങ്കിലും മതത്തിന്റെ ആളുകളുണ്ടോ സ്വന്തം മതത്തിന്റെ നേതാവിനെ അനുസ്മരിക്കണ്ടെന്ന് പറയാൻ? ലോകത്തേതെങ്കിലും പ്രസ്ഥാനത്തിന്റെ ആളുകളുണ്ടോ ഞങ്ങളുടെ നേതാവിനെ പറയണ്ട എന്ന് പറയാൻ? നബിദിനത്തിന്റെ വിരോധികളല്ലാതെ സ്വന്തം മതത്തിന്റെ നേതാവിനെ പറയണ്ട എന്ന് പറയാൻ ലോകത്തൊരു പ്രസ്ഥാനത്തിന്റെയും അനുയായികളില്ല.
ലോകത്തൊരു സംഘടനയുടെയും വക്താക്കളില്ല, ലോകത്തൊരു മതത്തിന്റെയും അനുയായികളില്ല. സ്വന്തം മതത്തിന്റെ നേതാവിന്റെ കരുണയുടെ അരുണവർഷങ്ങളും വിട്ടുവീഴ്ചയുടെ വിശാല അധ്യായങ്ങളും ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്ന റബീഉൽ അവ്വൽ മാസം വരുമ്പോ ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ വയ്യ. എന്തൊരത്ഭുതമാണ്, എന്ത് വിധേയത്വമാണ് ഇവർക്ക് ഹബീബിനോടുള്ളത്. അവർക്ക് യാതൊരു ബന്ധവുമില്ല. ചുരുക്കട്ടെ, അതുകൊണ്ട് നമുക്കങ്ങനെയല്ല. ഈ കൊണ്ടുവന്ന സാധനം മദീനയിൽ നിന്നെന്ന് പറയുമ്പോ വികാരോജ്വലമാണ്. ഇയാൾ മദീനയിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ വൈകാരികമാണ്. ഇയാൾ മദീനക്കാരനാണെന്ന് പറയുമ്പോൾ വൈകാരികമാണ്. അങ്ങനെ മദനി ഭാവങ്ങളോട് ചേർത്ത് വായിക്കുന്നതെല്ലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം മഹിത മൂല്യങ്ങളുടെ നിറഭാവങ്ങളാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം പുണ്യമാർന്നതാണ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുപ്പായം കൊണ്ട് ബറക്കത്തൊടുക്കുന്നു. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പൊന്നുമോൾ അസ്മാ ബിൻത് അബീ ബക്കർ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ലി അബീ ബുർദ, അബൂ ബുർദ എന്ന സഹോദരനോട്, കൂട്ടുകാരനോട് പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ച പാത്രത്തിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു തരട്ടെ. ഫീ ഖദഹിൻ ശരിബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ച പാത്രത്തിൽ കുടിക്കുക സ്വഹാബികൾക്ക് പുണ്യമാണ്. ഇതെല്ലാം ഓരോ ദിവസം പറയേണ്ടതാണ്. സാധുവായ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞ 140 മണിക്കൂറോളം സീഡികളുണ്ട്. കഴിവുള്ളവർക്ക് അതിന്റെ കോപ്പികൾ ഇവിടെ ലഭിക്കുന്നുണ്ട്, വാങ്ങാവുന്നതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ഇമാമുകൾ എത്ര എഴുതി വെച്ചുപോയി. ബഹുമാനപ്പെട്ട സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. ഖാല അബൂ ഹാസിം, അബൂ ഹാസിം പറയുകയാണ്, അപ്പോൾ ഞങ്ങൾക്ക് സഹൽ എന്നവർ തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ച പാത്രത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ച പാത്രത്തിൽ ഞങ്ങൾക്ക് വെള്ളം തന്നു. ഫശരിബ്നാ മിൻഹു തബറുകം ബിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ബറക്കത്തെടുക്കാൻ ഞങ്ങൾ ഹബീബ് കുടിച്ച പാത്രത്തിൽ ഞങ്ങൾ കുടിച്ചു. ആ പാത്രം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സഹൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ആ പാത്രം എനിക്ക് സമ്മാനം തരുമോ? ഫവഹബഹു ലഹു, ബഹുമാനപ്പെട്ട സഹൽ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് ആ പാത്രം കൊടുത്തു. ഇസ്രായീൽ ഇബ്നു യൂനുസ് ഉദ്ധരിക്കുകയാണ്, ഇമാം തബറാനിയുടെ നിവേദനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ച ഒരു പാത്രം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലുണ്ടായിരുന്നു. രോഗികളായ ആളുകൾ അവിടേക്ക് ചെല്ലാറുണ്ട്. അവിടെ ചെന്നിട്ട് രോഗികളായ ആളുകൾ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ സൂക്ഷിപ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്തുള്ള പാത്രത്തിൽ നിന്ന് അവർ വെള്ളം കുടിക്കാറുണ്ട്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്തുള്ള സ്ഥലമാണ്. ഇനി കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിമ്പർ പിടിച്ച് ചുംബിച്ച ആളുകളുണ്ട്. അതിലെല്ലാം ഉപരിയായി അതാ കാണുന്നു, ആരാണ്? റവാഹു അബൂ യഅല, ഇമാം അബൂ യഅല ഉദ്ധരിക്കുകയാണ്. എന്തെന്നല്ലേ, അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ആരാണ് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു? പ്രസിദ്ധനായ സ്വഹാബിയാണ്.
അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ വീട്ടിന്റെ അടുക്കൽ പോയി മുട്ടുകുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനത്തിന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ വീട്ടിൽ ചെന്ന് മുട്ടുകുത്തണേ. അങ്ങനെ പേരുള്ള സ്വഹാബിയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൽക്കാരം കൊടുത്ത മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ട സേവനം ചെയ്തു കൊടുത്തയാളാണ്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വരികയാണ്. ജാഅത യൗമിൻ ഇലാ ഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം فوضع وجهه على قبر النبي صلى الله عليه وسلم. വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് ചുംബനം കൊടുത്തു. ഇമാം അഹ്മദ് ഉദ്ധരിക്കുകയാണ്, അതാ അങ്ങനെ ചുംബനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തബറുക്കൻ വശൗഖൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് ചുംബനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അഖബല മർവാനു യൗമൻ, ഒരു ദിവസം മർവാൻ എന്ന ഭരണാധികാരി വരുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖബർ ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, തദ്രീ മാ തസ്നഅ, എന്താടോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് തൗഹീദ് പഠിച്ച അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നഅം ജിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം ആതിൽ ഹജറ. എടോ, ഞാൻ ഇവിടെ കല്ല് ചുംബിക്കാൻ വന്നതല്ല, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലാണ് എത്തിയിട്ടുള്ളത്. കല്ലിനോടുള്ള ബഹുമാനമല്ല, ഇതിന്റെ ഉള്ളിൽ വിശ്രമിക്കുന്ന എന്റെ സ്നേഹനിധിയോടുള്ള ബഹുമാനമാണ്. ഈ വിഷയത്തിൽ നിന്ന് നിങ്ങളോട് ഒരുപാട് അധ്യായങ്ങൾ ഉദ്ധരിക്കണമെന്നുണ്ടായിരുന്നു. സമയത്തിന്റെ കുറവ് ഞാൻ പരിഗണിക്കുകയാണ്, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് അതാ ക്രോഡീകരിക്കപ്പെട്ട ഒരു കവിതയുണ്ട്. അതിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്താം. ثم الصلاة والسلام منا على نبي للفلاح سنا طريقة التبرك الميمونة في ذاك أهل العلم يتبعونا فإن رأيتم من أتاكم يدعي بأنه غير الهدى لم يتبعيه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതിന് ബറക്കത്തെടുത്തുകൂടാ. നബി തങ്ങൾ ജനിച്ച മാസത്തിന് പുണ്യമില്ല, നബി തങ്ങൾ ജനിച്ച ദിവസത്തിന് പുണ്യമില്ല, ഒരു നഖം വെട്ടിക്കളയുന്നതിന്റെ പുണ്യവുമില്ല, അല്ലെങ്കിൽ വഴിയിൽ നിന്നൊരു കല്ലെടുത്തു നീക്കുന്നതിന്റെ പുണ്യവും ഇല്ല, അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിന്റെ മഹത്വവും ഇല്ല എന്നൊരാൾ പറഞ്ഞാൽ ബിഅന്നഹു ഗൈറൽ ഹുദാ, അവൻ സന്മാർഗത്തിന്റെ അപ്പുറത്താണ്. ലം യത്ബഈ, അവനെ തൊടാനോ തുടരാനോ പാടില്ല. وقد أحل حرمة الله من جهله أو حرم الحلال, അവൻ മതവിധിയിൽ മാറ്റം വരുത്തിയവനാണ്. قولوا له إذ حرم التبرك بآثر النبي زاد شرك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട മാസത്തിന്റെയോ ദിവസത്തിന്റെയോ കേശത്തിന്റെയോ വസ്തുക്കളുടെയോ
ബറക്കത്തെടുത്തുകൂടാതാരെങ്കിലും പറഞ്ഞാൽ അവനോട് പറഞ്ഞോ, എടാ നിന്റെ നാശം വല്ലാത്തത് തന്നെയാടാ, നിന്റെ നാശം വലുതാണടാ. ഒരു കാര്യം വിമർശിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ടതല്ലേ, എന്റെ ഹബീബിനോട് ചേർന്നതല്ലേ എന്നൊരു ബഹുമാനമെങ്കിലും വേണ്ടയോ? മൂസാ നബി അലൈഹിസ്സലാമാണെന്ന് കരുതിയിട്ട് സാമൂതിരിയായ ഒരാൾക്ക് വേണ്ടി സേവനം ചെയ്തു ജിബ്രീൽ അലൈഹിസ്സലാം. സാമൂതിരിയായി പോയെങ്കിലും ആ മൂസാ നബിയാണെന്ന നിലക്ക് സേവനം ചെയ്തതിന്റെ മഹത്വം ജിബ്രീൽ അലൈഹിസ്സലാമിനുണ്ട്. മൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മൂസയ്ക്ക് സേവനം ചെയ്തു, അത് കാഫിറായ മൂസയാണ് എന്നതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മഹത്വത്തിന് തകരാറില്ല. ഇനി നല്ലതാണെന്ന് കരുതിയിട്ട് മാറിപ്പോയാലും പവിത്രത കൽപ്പിക്കേണ്ടതിന്റെ മഹത്വം മനസ്സിൽ വന്നാൽ കൂലിയുണ്ടെന്നതാണ്. ഇനി കേട്ടോളൂ, ഇന്നഖ്തിസാമ ശഅരി ആമുമാരി റവാഹു മുസ്ലിമുൻ കദൽ ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം അവിടുന്ന് മുടിയെടുത്തിട്ട് അബൂ തൽഹത്തുൽ അൻസാരി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇഖ്സിംഹു ബൈനന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. യാ മുമാരി, എടാ തർക്കിക്കാൻ നടക്കുന്നവനെ, അങ്ങനെന്ന് ബുഖാരിയിലില്ലേ? റവാഹു മുസ്ലിമുൻ കദൽ ബുഖാരി. ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തതല്ലേ. സ്വഹാബികളുടെ കയ്യിൽ ആ മുടി കൊടുക്കാൻ പറഞ്ഞത് കഴിക്കാനല്ലല്ലോ, ആ മുടി കൊടുക്കാൻ പറഞ്ഞത് മറ്റെന്തെങ്കിലും എഴുതാനല്ലല്ലോ. ഞാൻ എന്റെ വകയല്ല, ഇമാം തബറാനിയുടെ വാചകമാണ് ഞാൻ പറഞ്ഞത്. നഖത്തിന്റെ വിഷയത്തിൽ അവിടെ പറയുന്ന പരാമർശമുണ്ട്. സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നുമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ വിതരണം ചെയ്യാൻ പറഞ്ഞത് ഫവസ്സഅ ബൈന അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ വിതരണം ചെയ്തത് മറ്റൊരാവശ്യത്തിനുമല്ലല്ലോ, അതുകൊണ്ട് ബറക്കത്തെടുക്കാനല്ലേ. وقسمة الأظفار أيضا تسند صحيحة كما رواها أحمد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖം മുറിച്ചു. ആ നഖം വിതരണം ചെയ്യാൻ പറഞ്ഞു സഹാബികളോട്. ആ നഖം വിതരണം ചെയ്യാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നഖം കൊണ്ട് വേറെ ഒരാവശ്യവുമില്ല. അവിടെയാണ് അയിമ്മത്ത് നിവേദനം ചെയ്യുന്നു, അത് കഴിക്കാനുള്ള സാധനമല്ലല്ലോ, അത് എഴുതാൻ ഉപയോഗിക്കുന്ന പേനയ്ക്ക് സമാനമായ സാധനമല്ലല്ലോ. ബറക്കത്തെടുക്കാനല്ലാതെ പിന്നെന്തിനാണ് നഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത്? അതങ്ങനെ തന്നെ മനസ്സിലാക്കിയ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആ നഖം ജനാസയിൽ ബറക്കത്തിന് വേണ്ടി വെച്ചു എന്ന് അൽ ബിദായ വന്യായ 7-ാം വാള്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം എന്ന 14 മണിക്കൂർ പ്രസംഗമുണ്ട്. സാധുവായ മുതഅല്ലിമായ ഞാൻ സംസാരിച്ചത് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിന്റെ കൂട്ടത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖം കൊണ്ട് ബറക്കത്തെടുത്ത ഇമാമിങ്ങളെ പറഞ്ഞിട്ടുണ്ട്. وقسمة الأظفار أيضا تسند صحيحة كما رواها أحمد. وجبة النبي الأسماء. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബയെ കുറിച്ച് അസ്മാ റളിയല്ലാഹു അൻഹയോടൊന്ന് ചോദിച്ചു നോക്കടോ. അമാറഅത് ഫീ മഇഹ ശിഫാ. ആ ജുബ്ബയിൽ നിന്ന് രോഗശമനം മഹദിക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നൊന്ന് ചോദിച്ചു നോക്കിക്കേ. ഹക്കാ ദലീലം മിൻ നബി അയ്യൂബി. നിനക്ക് വേണമെങ്കിൽ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ തെളിവും പിടിച്ചോ. യമസ്സു ബിൽ ഖദ്ദി സറൽ മഹ്ബൂബി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ അടുക്കൽ വന്ന് അവിടുത്തെ മണൽത്തരിക്ക് ചുംബനം കൊടുത്തില്ലേ? അൻഇം ബിഹി റദ്ദൻ അലാ മൻ അൻകറാ. അതിനെ എതിർത്ത ആൾക്ക് അബൂ അയ്യൂബ് തങ്ങൾ കൊടുത്ത മറുപടി കൊണ്ട് നീയും മറുപടി കൊടുത്തോടോ. ജിഅ്തു റസൂലല്ലാഹി ലൈസൽ ഹജറാ. ഞാൻ വന്നതിവിടെ കല്ല് ചുംബിക്കാനല്ല, മണ്ണ് ചുംബിക്കാനല്ല, എന്റെ പുണ്യ നബിയോടുള്ള പ്രണയം കൊണ്ട് വന്നതാണെന്നല്ലേ മർവാനിനോട് അബൂ അയ്യൂബ് തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ സാന്നിധ്യത്തെ അറിഞ്ഞ മഹാന്മാരായ ആളുകൾ വഹമദുൻ റാവൽ ഹദീസസാനി റദ്ദ സഹാബി അലാ മർവാനി. അതാ കണ്ടില്ലേ, മർവാനിന്റെ മറുപടിയായി അബൂ അയ്യൂബ് തങ്ങൾ പറഞ്ഞു എന്ന സംഭവം ഇമാം അഹ്മദ് നിവേദനം ചെയ്തിട്ടുള്ളതാണ്. അസ്മാ റളിയല്ലാഹു അൻഹ ബറക്കത്തെടുത്ത സംഭവം ഫമുസ്ലിമുൻ ഊലാഹു മാറാവാഹാ സഹീഹത്തൽ ഇസ്നാദി മൗലാഹാ. ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹ ജുബ്ബ കൊണ്ട് ബറക്കത്തെടുത്ത ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്. കാരണം എന്തേ? وخالد للجيش في قالا سوا قال طلبوا سباب ذاك ما هو. ഖാലിദ് റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, ഒരു യുദ്ധത്തിന് പോയപ്പോ പറഞ്ഞു എന്റെ തൊപ്പി കാണാനില്ല, ഒന്ന് തേടി പിടിക്കാൻ. അപ്പൊ അവര് ചോദിച്ചു എന്താണ് കാരണമെന്ന്. അപ്പോൾ പറഞ്ഞു ലിഅന്ന ഫിത്തയ്യാതി ശറാത്തിൻ നബി വദാക ഫിൽ യർമൂകി യർലിൽ ബൈഹഖി. ആ യർമൂക്ക് യുദ്ധത്തിലേക്ക് പോകുമ്പോഴാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്റെ തൊപ്പി കാണാനില്ല, ഒന്ന് പോയി നോക്കിക്കേ സ്വഹാബത്തെ. ഇത് ഇമാം ബൈഹഖി ഉദ്ധരിച്ചതാണ്. ആ സംഭവം എന്താണ്? ജഅറാനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാം ചെയ്തിട്ട് ഉംറ നിർവഹിച്ചു. ആ ഉംറക്കെടുത്ത മുടിയൊന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു കൊടുത്തു. അതങ്ങ് തൊപ്പിയിൽ വെച്ചുകൊണ്ട് ബറക്കത്തിന് കൊണ്ട് നടന്നതാണ്. ഹജ്ജത്തുൽ വദാഇന്റെ മുടി മാത്രമല്ല വിതരണം ചെയ്തിട്ടുള്ളത്. ഉംറത്തും മിൻ ജഅറാന തഅദിലു ഹജ്ജ. ഹജ്ജിന് സമാനമായ ഉംറയാണ് ജഅറാനയിൽ നിന്നുള്ള ഉംറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറഞ്ഞ 50ഓളം നിവേദകന്മാർ സാധുവായ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം എന്ന പ്രസംഗത്തിൽ ആ നിവേദനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ജഅറാനയിൽ വെച്ച് ഇഹ്റാം കെട്ടാൻ വേണ്ടി കുപ്പായം ഊരിയപ്പോൾ ഞാൻ കണ്ടു, വാർത്തെടുത്ത സ്വർണം പോലെയാണ് ഇമാം അബൂ ഹുറൈറ. ഇത് മൗസൂഅത്തു സീറത്ത് സയ്യിദുൽ അനാമിൽ അതിന്റെ വ്യത്യസ്ത നിവേദനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളുടെ മുടി കൊണ്ട് ബറക്കത്തെടുത്തു. വമസ്ഹു അഹ്മദിൽ ലിറഅസി ഹല്ലലാ ബികഫിഹി വദാഇൻ ബിൽ ഖൈരി ലാ من جاءه والوجه منه ورمي بمسحة يعود وهو سليم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ കൈകൊണ്ട് ബറക്കത്തെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പർശിച്ച സ്ഥലത്ത് അതിന്റെ പുണ്യത്തോടെ കാണുക. കണ്ടില്ലേ, അബൂ മഹ്ലൂറ എന്ന സ്വഹാബിയെ മുഅദ്ദിനു റസൂലില്ലാഹ് എന്നൊരു പേര് മഹാനായ സ്വഹാബിക്കുണ്ട്. അവിടുത്തെ തലയുടെ ഒരു ഭാഗത്തെ മുടി വെട്ടുന്നില്ല, നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല ആധുനിക പണ്ഡിതന്മാരായ ആളുകളും ഈ നിവേദനം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അതിൽ കാണാം അബൂ മഹ്ലൂറ എന്ന് പറയുന്ന സ്വഹാബി മുടി വെട്ടുന്നില്ല. എന്റെ ഹബീബ് തലയിൽ വെച്ച എന്റെ ഹബീബ് കൈ തലയിൽ വെച്ചപ്പോൾ അവിടുത്തെ കൈ തട്ടിയ സ്ഥലത്തുള്ള മുടിയാണ്, അതുകൊണ്ട് ഞാൻ ബറക്കത്തെടുക്കുന്നു.
മുടിയോടുകൂടി തന്നെ ഖബറടക്കിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. വസാബിതും ഖദ് കററത് തഖ്ബീലാ യദൻ വഅയ്നൻ റഅതിർ റസൂലാ. സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളോ ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ സാബിത്ത് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതാ അവിടുത്തെയുടെ കൈ ചുംബിക്കുകയാണ്. യദുൻ മസ്സത് ബിയദി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കിട്ടിയാൽ കണ്ണിന് മുത്തം കൊടുക്കുകയാണ്. ഐനുൻ റഅത് റസൂലല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട കണ്ണാണല്ലോ അനസേ നിങ്ങൾക്കുള്ളത്. നബി തങ്ങളെ തട്ടിയ കൈയാണല്ലോ അനസേ കയ്യിലുള്ളത്. അതുകൊണ്ട് ആ കൈക്കും കണ്ണിനും മഹത്വമുണ്ടെന്ന് പറഞ്ഞ് സാബിത്ത് റളിയല്ലാഹു അൻഹു ചുംബിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്രസയിൽ നിന്ന് ദീൻ പഠിച്ച അനസ് റളിയല്ലാഹു അൻഹു വഅനസുന്നൻ മിസ്ലി ദാക മാ സജർ മുജവ്വിദൻ റവാ അബൂ യഅലൽ നഫർ. അനസ് റളിയല്ലാഹു അൻഹു തൗഹീദ് അറിയുന്ന മഹാനാണ്. നബി തങ്ങളെ കണ്ട കണ്ണുള്ള അനസ എന്ന് പറഞ്ഞ് കണ്ണിന് മുത്തം കൊടുക്കുമ്പോഴോ തങ്ങളുടെ കയ്യിൽ തട്ടിയ കൈയല്ലേ എന്ന് പറഞ്ഞ് കൈപിടിച്ച് ചുംബിക്കുമ്പോഴോ ശിർക്കായി പോയി എന്ന് പറഞ്ഞിട്ട് അവരാരും തട്ടിയില്ല. യാ ഇഖ്വതി മിൻ ഫളിലിഹി തബറകൂ തമസ്സകൂ ബിഹദിഹി ലാ തത്റുകൂ. ആ ഹബീബിന്റെ മഹത്വമുള്ളത് എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾ അതുകൊണ്ട് ബറക്കത്തെടുക്കണേ. ആ ബറക്കത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് സ്വഹാബികളായ ആളുകളുടെ കയ്യിലേക്ക് കിട്ടി. താബിഈങ്ങളായ ആളുകളുടെ കയ്യിലേക്ക് കൈമാറി. ഇമാമീങ്ങൾ വഴി കടന്നു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅറേ മുബാറക്കാണ് ഇന്നിതാ നമ്മുടെ മർക്കസു സഖാഫത്ത് സുന്നിയിൽ ഉള്ളത്. ഞാൻ ഇത്രയും പറയാൻ കാരണം സ്വഹാബികളും ഇമാമീങ്ങളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അസറുണ്ടെന്നറിഞ്ഞാൽ അവിടേക്ക് പോയ മഹാന്മാരാണ്. ഇബ്നു സിരീൻ തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടി ഉണ്ടാകൽ ലോകത്തുള്ള എല്ലാത്തിനേക്കാളും അമൂല്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെയുടെ സന്നിധാനത്തിൽ വന്ന സ്വഹാബികളെ മുഴുവനും ബറക്കത്തെടുത്തുപോയി. സ്വന്തം ഭാര്യയായ ആയിഷത്തു സുഹ്റാ റളിയല്ലാഹു അൻഹാ മഹദി അവറുകൾ പറഞ്ഞു, ഞാൻ മരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായത്തിന്റെ ഒരു കഷ്ണമുണ്ട്, അതെന്റെ നെഞ്ചത്ത് വെച്ചിട്ടേ ഖബറടക്കാവേ. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി പഠിപ്പിച്ചു. എന്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടിയുണ്ട്, അതെന്റെ നാവിന്റെ അടിയിൽ വെച്ചിട്ട് ഖബറടക്കാവേ. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ തല്ലിക്കൊന്നാലും പ്രശ്നമില്ല, എന്റെ കുപ്പായത്തിന്റെ ഉള്ളിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി നിങ്ങൾ എടുത്തു കളയല്ലേ, അതെനിക്ക് നഷ്ടമാക്കി കളയല്ലേ. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅറേ മുബാറക് ഈ നാട്ടുകാരനായ ആദരണീയനായ ലോക പണ്ഡിതൻ ഉസ്താദ് അവറുകളുടെ കയ്യിൽ കിട്ടി എന്നതും നമ്മുടെ ചാരത്തത് സംരക്ഷിക്കപ്പെടുന്നു എന്നതും അല്ലാഹു ജല്ല ജലാലുഹു നൽകിയ വലിയ ബറക്കത്താണ്. അതാണ് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഇബ്നു അസാകിർ തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, അൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു തൊട്ട് അന്ന അബൂ അയ്യൂബ് അൽ അൻസാരി അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങൾ അഖദ മിൻ ലഹിയത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാടി രോമത്തിൽ നിന്ന് അല്പം എടുത്തു.
വഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ അബൂ അയ്യൂബേ, നിനക്കിനി വിഷമങ്ങളൊന്നും സംഭവിക്കില്ല. ഇനി ഒരു വിഷമവും സംഭവിക്കില്ല. ഞാൻ ഇന്ന് സമയമുണ്ടെങ്കിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഫഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളതുകൊണ്ട് സ്വഹാബത്തിന് കിട്ടിയ നേട്ടങ്ങൾ എത്രയാണ്? 12ഓളം പ്രധാന നേട്ടങ്ങൾ ഞാൻ എന്റെ മാറ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് കടക്കുന്നില്ല. അതിൽ ഒരു നേട്ടമായി ഇമാമിങ്ങൾ എഴുതുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് വഫാത്തായിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ 300-ൽ ചില്ലറ സഹാബികളെ വഫാത്തായിട്ടുള്ളൂ. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഫീ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളിലും ബറക്കത്ത് ചെയ്തു. ഫിൽ അഅമാരി വസ്സുഹ്ഹതി വൽ ആഫിയ, വയസ്സിലും അല്ലാഹു ബറക്കത്ത് ചെയ്തു പോയി. 300 ചില്ലറ സഹാബികളെ 23 കൊല്ലത്തെ ജീവിതത്തിന്റെ ഇടയിൽ വഫാത്തായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ലോകം മുഴുവനും പോകാൻ അനുയായികളായ സ്വഹാബികളെ കൂടുതൽ കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം കിട്ടിക്കൊണ്ട് കിട്ടിയ ബറക്കത്താണ്. അബൂ അയ്യൂബ് തങ്ങളോട് പറയുകയാണ്, മോനെ അബൂ അയ്യൂബേ, ഈ മുടി കൊണ്ടുപോയിക്കോ. അല്ലാഹു മോശത്തരങ്ങളെ തൊട്ട് വിഷമങ്ങളെ തൊട്ട് കാക്കും അബൂ അയ്യൂബ്. അതുപോലെ നമുക്ക് കാവലാണ് മർക്കസു സഖാഫത്ത് സുന്നിയയിൽ മഹാന്മാരായ അൻസ്വാരികളുടെ മക്കൾ കൊണ്ടുവന്ന ഷറേ മുബാറക്ക് നമ്മുടെ നാടിന് കാവലാണ്. മുഅ്മിനീങ്ങൾക്ക് അനുരാഗത്തിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ അവിടെ വിശുദ്ധമായ ഷറേ മുബാറക്ക് കാണാൻ അവസരം കിട്ടുമ്പോ മുഅ്മിനീങ്ങളെ അത് നഷ്ടപ്പെടുത്തല്ലേ. ഹബീബിന്റെ വിശുദ്ധ കേശം അടങ്ങിയ സാധനം നമ്മുടെ കണ്ണിലേക്ക് വെച്ചാൽ കണ്ണിന് കുളിർമയാണ്. ഇനി ലോകത്തെവിടെയൊക്കെ ഈ മുടി സൂക്ഷിച്ചിരിപ്പുണ്ട്, ഇപ്പൊ ഞാൻ അതിൽ കടക്കുന്നില്ല. സൗന്ദര്യ സ്വരൂപരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സാധുവായ എന്റെ പ്രഭാഷണത്തിൽ നെറ്റിൽ നിന്ന് ലഭ്യമാകുന്ന രേഖകൾ വെച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ടും ഇന്ന് ലോകത്തെവിടെയൊക്കെ ആ വിശുദ്ധ കേശം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വിശദീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതിനോട് മുഴുവനും ബറക്കത്തെടുക്കുക. അത് ജീവിതകാലത്തേക്ക് മാത്രമുള്ള ഗുണമല്ല, വഫാത്തിന് ശേഷവും ഉള്ള ഗുണമാണ്. അതല്ലേ ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ആരാണ് ഫാത്തിമത്ത് ബിൻത് അസദ്? അബൂ ത്വാലിബ് എന്നവരുടെ ഭാര്യയാണ്. അലിയാർ തങ്ങളുടെ ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്തുമ്മയാണ്. അവിടത്തേക്ക് സേവനം ചെയ്ത ഉമ്മയാണ്. അന്തി ഉമ്മീ ബഅദ ഉമ്മീ യാ ഫാത്തിമ എന്ന ജനാസയുടെ അടുക്കൽ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഖബറിന്റെ പള്ളക്കുഴിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി. ഉള്ളിൽ ഇറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയ ഖബറുകൾ 7 9 ഒക്കെ അഹ്മദ് ഖലീൽ ജുമാ അഭിപ്രായ വ്യത്യാസം ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായാലും ചുരുക്കം ചില ഖബറിലെ ഇറങ്ങിയിട്ടുള്ളൂ. അതിൽ ഒരു ഖബറാണ് ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ ഖബർ. ആ ഖബറിൽ ഇറങ്ങിക്കിടന്നിട്ടോ പിന്നീട് അവിടുന്ന് എഴുന്നേറ്റു. സ്വന്തം കൈകൊണ്ട് അതിന്റെ ചെറിയ കുഴി റെഡിയാക്കി. എന്നിട്ട് അവിടുത്തെ കുപ്പായം ഊരിയിട്ട് കൊടുത്തു ആ ജനാസയ്ക്ക് ധരിപ്പിക്കാൻ. ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ ഖബർ എവിടെയാണ്? ജന്നത്തുൽ ബഖീഇലാണ്.
നമ്മൾ ജന്നത്തുൽ ബഖീയിലേക്ക് കടക്കുന്നതിന്റെ ഇടത് സൈഡിലാണ് അമ്മാത്തുർ റസൂലിന്റെ ഖബറുള്ളത്. ആ കൂട്ടത്തിലുള്ള ഒരു ഖബറിൽ കിടക്കുന്ന മഹദിയാണ്. അവസാന സ്വഹാബികൾ ചോദിച്ചു, ഹബീബേ, സാധാരണ ചെയ്യാത്തതാണല്ലോ തങ്ങൾ ഇന്ന് ചെയ്തത്. സാധാരണ ഖബറിൽ ഇറങ്ങാറില്ല. സാധാരണ ഇങ്ങനെ സ്വന്തം കൈകൊണ്ട് ഖബറിന്റെ ഉള്ളിലെ കുഴി റെഡിയാക്കാൻ പോകാറില്ല, ഞങ്ങൾ തന്നെ ചെയ്യാറാണ്. അതുപോലെ അവിടുത്തെ കുപ്പായം കമീസൂരിയിട്ടിട്ട് കൊടുത്തല്ലോ. അപ്പോഴാണ് പറയുന്നത്, ഞാൻ കിടന്ന ഖബറിനെ അല്ലാഹു ഞെരുക്കുകയില്ല. അപ്പോൾ ഞാൻ കിടന്നത് ഖബർ ഞെരുക്കാതിരിക്കാനാണ്, സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കപ്പെടാനാണ് എന്റെ വസ്ത്രം ഞാൻ ഫാത്തിമത്ത് ബിൻത് അസദിന് ധരിപ്പിച്ചു കൊടുത്തത്. അതുപോലെ ഖബറിന്റെ വിശാലത കിട്ടാനാണ് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ ആ ഖബർ പാകപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂത്തുമ്മയ്ക്ക് വേണ്ടി ചെയ്ത സേവനം ഇത്രയാണെങ്കിൽ അവിടുത്തെ പെറ്റുമ്മ നരകത്തിൽ കിടക്കണമെന്ന് ഹബീബ് തൃപ്തിപ്പെടുമോ? ഹാശാ വകല്ലാ. വല്ലാത്ത അത്ഭുതമാണ്. ഹബീബിന്റെ ഉമ്മയും ഉപ്പയും സ്വർഗത്തിലല്ലെന്ന് മലയാളത്തിൽ പ്രസംഗിക്കുന്നവരുള്ള കാലമാണ്. അവർക്ക് ഹബീബിനെ അറിയില്ല. തർജൂ ഉമ്മതഹു വതയസു ഉമ്മഹു ഹശാഹു വഹുവ ബിബിർഹാ യുസീനാ. നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തായതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നു. അവിടുത്തെ ഉമ്മയായതുകൊണ്ട് ആമിന ബീവി രക്ഷപ്പെട്ടിട്ടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വല്ലാത്ത അത്ഭുതമാണ്. അപ്പോൾ ഹബീബുമായി ബന്ധപ്പെട്ടത് മുഴുവനും വിജയിച്ചതാണ്. ഞാനൊരു വിഷയത്തിന്റെ തുടക്കമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്റെ മുഅ്മിനീങ്ങളോട് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന കല്ലിൽ വന്നിരുന്നിട്ട് പ്രസവം സുഖമായി കിട്ടാറുണ്ടെന്ന് അതാ ബഹുമാനപ്പെട്ട റിഹ്ലത്ത് ഇബ്നു ജുബൈർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബറക്കത്തെടുക്കുന്ന സംഭവങ്ങൾ നബിദിനത്തിന്റെ സമയത്ത് അതാ മക്കക്കാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലത്തേക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലാറുണ്ടെന്ന് റിഹ്ലത്ത് ഇബ്നു ജുബൈറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ് ഇമാം ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. അതുപോലെ 100 കണക്കിന് പ്രമാണങ്ങൾ ഉദ്ധരിക്കാനുണ്ട് എന്റെ മുഅ്മിനീങ്ങളെ. നബിദിനാഘോഷത്തിന്റെ തെളിവുകൾ പറയാൻ വേണ്ടി ഒരുങ്ങിയ വേദിയല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എതിർവാദികൾ ഉന്നയിക്കുന്ന മുഴുവൻ പ്രതിവാദങ്ങളെയും ഗണ്ണിക്കാൻ മാത്രം ഇമാമിയങ്ങൾ ഗ്രന്ഥമെഴുതിയിട്ടുണ്ട്. നബിദിനാഘോഷത്തിന്റെ വിമർശകർ പറയുന്ന ന്യായങ്ങൾ ഓരോന്നിനെയും ഗണ്ണിച്ച് പ്രമാണം നിരത്താൻ ഇമാം ഹാഫിദ് സുയൂത്തി റഹിമഹുള്ളയെ പോലുള്ളവർ കിതാബ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, ഇമാമുകളുടെ ഗ്രന്ഥത്തിലുള്ളത് പറയുന്ന സേവനമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ജല്ല ജലാലായ റബ്ബ് മുതഅല്ലിമുകളായ നമുക്ക് നാഫിആയ ഇൽമ നൽകട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, ഹബീബിന്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്നറിഞ്ഞൊരു സാധനം പുണ്യമുള്ളതാണ്. ഹബീബിന്റെ ഒരു ഭാഗം ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ പുണ്യമുള്ളതാണ്. കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോളുടെ ജനാസ കുളിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാം കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് എന്നോടൊന്ന്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ എല്ലാം കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അകത്തെന്ന് പറഞ്ഞു, ജനാസ കുളിപ്പിച്ചു കഴിഞ്ഞു. അവിടുത്തെ കുപ്പായം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഷിആറാക്കണേ.
അഥവാ തൊലിയോട് ചേർന്നുള്ള സ്ഥലത്ത് ഈ എന്റെ കുപ്പായം വെച്ചിട്ട് നിങ്ങൾ എന്റെ മോളുടെ ജനാസ പൊതിയണേ, അതിന്റെ ബറക്കത്ത് എന്റെ മകൾക്ക് കിട്ടാനാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് മുജാവറത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് കിടക്കുന്നതിന്റെ ബറക്കത്ത് കിട്ടാനാണ് അവിടെ കിടക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അതിന്റെ ചാരത്ത് കിടന്ന ബറക്കത്ത് കിട്ടാനാണ് അവിടെ കിടക്കുന്നത്. അവിടുത്തെയുടെ സന്നിധാനത്തിൽ കിടക്കുന്നതിന്റെ ബറക്കത്ത് കിട്ടാനാണ്. അതാ ജന്നത്തുൽ ബഖീഇന്റെ പുണ്യമുള്ളത്. വിശദമായി കിടക്കാനുള്ള നേരമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ശബ്ദം ശ്രവിക്കുന്നവരില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയല്ലേ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു സിറിയയിലാണ്. രാത്രി കിടന്നുറങ്ങുകയാണ്. അപ്പേ മദീനത്തൊന്ന് വന്ന് എന്റെ അടുത്തൊന്ന് നിന്നിട്ട്, എന്തേ ബിലാലേ വരാനായില്ലേ? ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ രാത്രി തന്നെ എഴുന്നേറ്റു. രാത്രി കിടന്നുറങ്ങുമ്പോ ഹബീബിനെ കാണലെന്തൊരാഘോഷമാണ്. ഹബീബിന്റെ തിരുമുഖമൊന്ന് കാണുന്നവൻ എത്ര ഭാഗ്യവാനാണ്. ജീവിതത്തിൽ ഏറ്റവും ലഭിക്കാവുന്ന നല്ല ദൃശ്യം ഹബീബിന്റെ കാഴ്ചയാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ഇമാമിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് തവണ ഹബീബിനെ കാണണം. കണ്ടിട്ട് ഞങ്ങൾക്ക് നന്നായി അവിടുത്തെയുടെ ശമാഇല് ബോധ്യപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയുമ്പോ മനസ്സിൽ കണ്ടുകൊണ്ടൊന്ന് പറയാൻ അവസരം ലഭിക്കണം. അതുവരെ ഞങ്ങളുടെ റൂഹ് പിടിക്കല്ലേ റഹ്മാനേ. ഹബീബിന്റെ സൗന്ദര്യം ഇങ്ങനെ പറയുമ്പോ മനസ്സിൽ ഇങ്ങനെ കാണണം. അക്ഹലുൽ ലൈനൈൻ അസജുൽ ഹജിബൈൻ സഹലുൽ ഖദ്ദൈൻ. അതൊക്കെ പറയുമ്പോഴിങ്ങനെ കണ്ടാസ്വദിച്ചുകൊണ്ട് പറയണം, അളീമായ റബ്ബേ, ഈ ജീവിതത്തിൽ അതിന് നിയോഗം നൽകണം റഹ്മാനേ. മുഅ്മിനീങ്ങളെ, പണം കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല, സ്ഥാനമാനം കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല, പത്രാസ് കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. അൽ ഹബലുൽ മതീൻ നബിയുൽ അമീൻ. ഹബീബ് നടക്കുന്ന വഴിയിലെ ചെരുപ്പിന്റെ എങ്കിലും മടിയിൽ ഒരു മണൽ തരിയായാൽ ലോകത്തെ ഭരണാധികാരിയേക്കാൾ വലിയ മൂല്യമാണ്. അതാണ് ഇമാമിങ്ങളെല്ലാം ആശിച്ചു പോയത്. فمتى أفوز بنظرتي يا سيدي ومتى أكحل من ثراك جفوني. എപ്പോഴാണ് മദീനത്തെ മണ്ണെടുത്തൊന്ന് കണ്ണിൽ സുറുമയിടുക? എപ്പോഴാണ് എന്റെ ഹബീബിനെ കണ്ടൊന്ന് സായുജ്യമടയുക? എപ്പോഴാണ് റഹ്മത്തുൽ ലിൽ ആലമീന്റെ സൗന്ദര്യമൊന്ന് ആസ്വദിക്കുക? അവസാനമാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ അവിടുത്തെയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങണം. കണ്ടില്ലേ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്റെ കയ്യിലേക്ക് അനസ് റളിയല്ലാഹു അൻഹു ഒരു ആപ്പിൾ കൊടുക്കുമ്പോ കഴിക്കുന്നതിന് മുമ്പ് ചുംബിക്കുകയാണ്. തുഫാഹത്തുൻ മസ്സത് ബിയദി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ തട്ടിയ ആപ്പിളാണല്ലോ. ഇത് കഴിക്കുന്നതിന് മുമ്പ് ചുംബിക്കാനുള്ളതാണ്. അത്രയും പവിത്രതയാണ് മദീനയിലെ രാജാവിന്, അത്രയും മഹത്വമാണ് ഹബീബിന്റെ ശറേ മുബാറക്കിന്.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ ശഅറേ മുബാറക്കിന്റെ ബറക്കത്തും അവിടുത്തെയുടെ മഹനീയമായ പവിത്രതയും ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് എഴുന്നേറ്റന്റെ മുഅ്മിനീങ്ങൾ അടുത്തേക്ക് നിൽക്കുമോ? നീട്ടിപ്പറയാനുള്ള സാവധാനമില്ല. ഇതെന്റെ പ്രസംഗത്തിന്റെ മജ്ലിസ് എന്നതല്ല, ഹബീബിന്റെ മഹത്വം പറഞ്ഞ മജ്ലിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ മഹത്വം പറഞ്ഞ മജ്ലിസിന് അതിൻ്റെതായ പവിത്രതയുണ്ട്. ഇത് മൗലിദിന്റെ മജ്ലിസാണ്, ഇത് ഹബീബിന്റെ മജ്ലിസാണ്. ആ ഹബീബിന്റെ സ്നേഹം വർദ്ധിക്കാൻ ഈ മജ്ലിസ് അല്ലാഹു കാരണമാക്കി തരട്ടെ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അതാ രാത്രി വിളിക്കുമ്പോൾ മാ ഹാദിഹിൽ ജഫ്വതു യാ ബിലാൽ മളാ സമാനുൻ വലം നറക. അല്ലയോ ബിലാലെ, എത്ര കാലമായി കണ്ടിട്ട്, എത്ര കാലമായി ബിലാലെ വന്നിട്ട്, ഇതെന്തൊരു പിണക്കമാണ് ബിലാൽ. ഉടനെ ഞെട്ടിയെഴുന്നേറ്റു. അനുരാഗമേറിയിട്ടവിടുന്ന് കെട്ടിയൊരുങ്ങി പുറപ്പെട്ടു. മദീനത്ത് നബി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ മാത്രം ലക്ഷ്യം വെച്ച് യാത്ര ചെയ്തുകൂടാ. ലാ തുശദ്ദുർ റിഹാൽ, ലാ തശുദ്ദുർ റിഹാൽ എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ, ഹദീസിന്റെ ശരിയായ ആശയം അറിയാതെ പറയുന്ന അല്പജ്ഞാനികളുണ്ട്. കേട്ടോളൂ സഹാബി, അദാ ഫശദ്ദ റിഹാലഹു വഖസദ ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബായ നബി തങ്ങളുടെ ഖബറു ശരീഫ് ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തുടങ്ങി. മദീനയിൽ ചെന്ന് റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിന്റെ അടുക്കന്ന് മണ്ണ് വാരിയിട്ട് മണ്ണിൽ പുരളാൻ തുടങ്ങി. ആരാണ്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മദീനത്ത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കലുള്ള മണ്ണിൽ കിടന്നു ഉരുണ്ട് പെരളാൻ തുടങ്ങി. കാരണം ഹബീബിന്റെ മണ്ണാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഈ മജ്ലിസ് ഇവിടെ വർഷം തോറും നടക്കുന്ന മജ്ലിസാണെന്നറിയാൻ കഴിഞ്ഞു. സാധുവായ ഞാൻ ഇവിടെ സംസാരിക്കാൻ വന്നത് നിങ്ങളോട് വലിയ ഇൽമ പറയാൻ പറ്റുന്ന അലിമായതുകൊണ്ടല്ല. ഇവിടെ ഞാൻ അതിന് അർഹതയുള്ള ആളുമല്ല. അതുപോലെ ഒരു മുത്തഅല്ലിമ് എനിക്ക് നിങ്ങളോടധികം പറയാൻ ഇൽമും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ മജ്ലിസാണ്. നിങ്ങൾ കേട്ടതന്നെ കുറെ കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞത് മൗലിദോതുന്നതിന് സമാനമാണ്. ഒരു ഭാഗത്ത് മങ്കൂസ് മൗലിദാണെങ്കിൽ ഇതതുപോലെ വേറൊരു മൗലിദെന്നേ ഉള്ളൂ. ഈ മജ്ലിസിൽ എനിക്കും നിങ്ങൾക്കും ലാഭം കിട്ടണം, ഇവിടുന്ന് നേട്ടമുണ്ടാകണം. ആ നേട്ടം എന്താണ്? റഹ്മത്തുൽ ലിൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണം. ഒരു തവണയെങ്കിലും ആ ഹബീബിനെ കണ്ടൊന്നു രുചിക്കണം. അല്ല, ഒരുപാട് തവണ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഹബീബ് വരണം. അല്ല, ഹബീബിലേക്ക് ചേരണം. ആ ചേർന്ന് ലയിച്ചിട്ട് ഹബീബിന്റെ കാലിൽ ഒരു ചുംബനം കൊടുക്കണം. അർഹതയില്ല. സ്വഹാബികൾ ചുംബനം കൊടുത്ത കാലല്ലേ, അവരെത്ര വലിയ മുഹിബ്ബുകളാണ്, നമുക്കതില്ല. ഔദാര്യം കൊണ്ട് ഹബീബിനെ ഒന്ന് കണ്ട് അവിടുത്തെ ഒന്ന് അരിഫ്നാ വജ്ഹഹു യാ അല്ലാഹ്, അല്ലാഹുമ്മ അരിഫ്നാ വജ്ഹഹു യാ അല്ലാഹ്.
എല്ലാ ഇമാമീങ്ങളും കണ്ടുപോയി. മുതഅല്ലിമീങ്ങളെ അൽ-ഇമാമുൽ ആസാരി റഹിമഹുല്ലാഹ് എന്നൊരു മഹാനുണ്ട്. പേര് കിട്ടാനുള്ള കാരണം ആസാറുകളെ സൂക്ഷിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു യുവപണ്ഡിതൻ സ്വലാത്ത് എഴുതിയപ്പോൾ ആ സ്വലാത്തിന്റെ വാചകങ്ങളിൽ ആലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, സ്വാലിഹീങ്ങൾക്ക് വേണ്ടി ദുആ സ്വലാത്തിനോടൊപ്പം എഴുതിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ആദരണീയരായ പി ഉസ്താദിന് വേണ്ടിയും ദുആ എഴുതുമ്പോൾ നിരവധി സ്വലാത്തിന്റെ വാചകങ്ങൾ ഉണ്ടാക്കിയ യുവപണ്ഡിതനാണ് അദ്ദേഹം. എഴുതി സാഹിബുൽ അഹ്റൈൻ ശരീഫൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 ഷറേ മുബാറക് എന്ന അനുഗ്രഹീത സമ്മാനത്തെ കിട്ടിയ ആൾ എന്ന വിശേഷണത്തോടെയാണ് ഉസ്താദിനെ എഴുതിയിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ ആലിമീങ്ങൾക്ക് നൽകുന്ന പദവിയും ബഹുമാനവും നമ്മളല്ലാതെ പിന്നെ ആരാണ് ഉൾക്കൊള്ളേണ്ടത്? നമ്മളല്ലാതെ പിന്നെ ആരാണ് പറയേണ്ടത്? നമ്മളല്ലാതെ പിന്നെ ആരാണ് അതിന് കൂട്ടുനിന്ന് ബറക്കത്തെടുക്കേണ്ടത്? അല്ലാഹുവേ, അവിടുത്തേക്ക് നീ സ്ഥാനമാനങ്ങൾ ഉയർത്തി നിന്റെ ദീനിന്റെ കടാവിളക്കായി ദീർഘകാലം സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വമായി ഞങ്ങൾക്ക് നിലനിർത്തി തരണം റഹ്മാനേ. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബ് നിറച്ച് സ്നേഹിച്ച് ഒരുപാട് തവണ അവിടുത്തെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം